PM കിസാൻ സമ്മാന നിധി 2000 രൂപ നിങ്ങൾക്ക് ഈ ഒരു വരുന്ന ആഴ്ചയിലായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ദീപാവലി സമ്മാനമായിട്ടായിരിക്കും ഈ ഒരു 21ാം ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നത്. ഇതിന് മുന്നോടിയായിട്ട് പഞ്ചാബ്, അതുപോലെ ഉത്തരാഖണ്ഡ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇതിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു PM കിസാൻ്റെ 2000 രൂപ അവരുടെ അക്കൗണ്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കൃഷിനാശവും അതുപോലെ വെള്ളപ്പൊക്കം അത് പ്രമാണിച്ചാണ് ആ 3 സംസ്ഥാനങ്ങളിലും നേരത്തെ തന്നെ ഈ ഒരു PM കിസാൻ്റെ എമൗണ്ട് എത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു വരുന്ന ആഴ്ചയായിരിക്കും, അതായത് ദീപാവലി പ്രമാണിച്ചായിരിക്കും ഈ ഒരു എമൗണ്ട് 2000 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഒരുപാട് അപേക്ഷകൾ ഇപ്പോൾ PM കിസാൻ പദ്ധതിയിലോട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും ഈ ഒരു പദ്ധതിയിൽ ചേരാത്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ കൃഷിഭൂമി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അക്ഷയ മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. അപേക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ വെരിഫൈ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ ഓക്കെ ആണ് എന്നൊക്കെ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിലോട്ട് അവർ നിങ്ങളെയും ചേർക്കുന്നതായിരിക്കും. ഈ ഒരു പദ്ധതിയിലോട്ട് ചേർക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ കൃഷിഭൂമി അത് 2018, 2019 കാലയളവിലുള്ള ആ ഒരു കൃഷിഭൂമി ആയിരിക്കണം. അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള കൃഷിഭൂമി ആയാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് 1 ഇയറിൽ നിങ്ങളതിൽ കരമടച്ച ആ ഒരു രസീതും ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു റേഷൻ കാർഡിൽ ഉള്ളവർക്ക് ഒരാൾക്ക് മാത്രമേ ഈ ഒരു പദ്ധതിയിലോട്ട് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു റേഷൻ കാർഡ് ഉള്ളവരായിരിക്കാം, പക്ഷേ 1, 2, 3 സ്ഥലങ്ങളിൽ ചിലപ്പോൾ അവർക്ക് വസ്തുക്കളുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു റേഷൻ കാർഡിൽ ഒരൊറ്റ ആൾക്ക് മാത്രമായിരിക്കും ഈ ഒരു PM കിസാൻ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ചെയ്യുവാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ട് ഇപ്പോൾ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അങ്ങനെ നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ എത്ര രൂപയാണോ വാങ്ങിയിട്ടുള്ളത് ആ ഒരു എമൗണ്ട് മൊത്തത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരു റേഷൻ കാർഡ് ഉള്ളവരിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഈ ഒരു പദ്ധതിയിലോട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഇതുവരെയും കർഷക ID എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ID എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്കിനിയിപ്പോൾ മുന്നോട്ട് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ഈ ഒരു എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർഷക ID ഉറപ്പായിട്ടും വേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി മുതൽ ഈ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ അക്ഷയ മുഖാന്തരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷിഭവൻ വഴിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കർഷക ID എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കിപ്പോൾ ആധാറും ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ബാങ്ക് അക്കൗണ്ടും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ടൈമിൽ നിങ്ങൾ കരമടച്ച രസീതുണ്ടെങ്കിൽ അതും നിങ്ങൾ കയ്യിൽ വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇക്കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇപ്പോൾ അക്ഷയയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കർഷക ID എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ഒരുമിച്ച് എടുക്കാൻ വേണ്ടി പോകുന്നത് കൊണ്ട് തന്നെ നെറ്റ് സ്ലോ ആവുകയും OTP കിട്ടാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കർഷക ID എന്തായാലും നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. പക്ഷേ മാക്സിമം എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എടുക്കുക. ഇല്ലാത്ത പക്ഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത മാസം തൊട്ടുള്ള ആ ഒരു നിങ്ങളുടെ ആ ഒരു PM കിസാൻ്റെ സമ്മാന നിധി തുക നിങ്ങളുടെ അക്കൗണ്ടിലൂടെ ചിലപ്പോൾ എത്തത്തില്ല. അപ്പോൾ അതിനൊരു മുടങ്ങാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇതുവരെയും അത് എടുക്കാത്തവർ വളരെ പെട്ടെന്ന് തന്നെ എടുക്കുക. അപ്പോൾ ഈ ഒരു ഒക്ടോബർ മാസത്തെ ഈ ഒരു 21ാം ഗഡു ഈ ഒരു വരുന്ന ആഴ്ചയിലായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക് യു.